ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന കിടിലൻ 2 അപ്ഡേറ്റുകളാണ്. വാട്സപ്പിൽ ഒരു അപ്ഡേറ്റ് കുറച്ച് നാൾ മുമ്പ് വന്നതാണ്. ഒരുപാട് ആളുകൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പേരെ വിളിച്ചതിൻ്റെ, അതുപോലെ തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചതിൻ്റെ, കമൻറ്റായിട്ട് വിട്ടതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ഒരു വീഡിയോ നമ്മൾ രണ്ടാമത് ചെയ്യുന്നതാണ്. അതുകൂടാതെ പുതിയൊരു അപ്ഡേറ്റ്, അത് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടെ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. എന്താണ് ഈ 2 അപ്ഡേറ്റ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഈ കിട്ടാത്ത ആളുകൾക്ക് എങ്ങനെ നമുക്ക് ഈ ഒരു അപ്ഡേറ്റുകളൊക്കെ ലഭിക്കും, നമുക്ക് എന്താണ് അതിന് ചെയ്യേണ്ടതെന്നോടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ പരിചയപ്പെടാം. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള ഒരു ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോയിട്ട് എന്തൊക്കെയാണ് അപ്ഡേറ്റ് എന്നുള്ളത് വീഡിയോ കണ്ടു. ഫസ്റ്റിലേ വന്നിരിക്കുന്നത് വാട്സപ്പ് അപ്ഡേറ്റ് തന്നെയാണ്. നമ്മൾ വാട്സപ്പിൻ്റെ റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ആപ്പ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ എനേബിൾ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ നിന്ന് തന്നെ 3 ടൈപ്പായിട്ട് നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാം. ആട്ടോ അപ്ഡേറ്റ് വാട്സപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് എനേബിൾ ചെയ്ത് വെക്കാം. അലോ ഔട്ട്ലെറ്റ് ഓർ ഓവർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വൈഫൈ ഉള്ളപ്പോൾ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യത്തുള്ളൂ. അല്ല ഓട്ടോമാറ്റിക്കലി നമുക്ക് വൈഫൈ അല്ല, നമ്മൾ മൊബൈൽ ഡാറ്റയിലാണെങ്കിലും അപ്ഡേറ്റ് ആയിക്കോളും. ഈ അപ്ഡേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ഏറ്റവും താഴെ നമുക്ക് അപ്ഡേറ്റ് ഏതെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ സമയം തന്നെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനും കൂടെ നിങ്ങൾ താഴത്തെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വാട്സപ്പ് എപ്പോഴും നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്തോളും. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഏത് അപ്ഡേറ്റ് വന്നാലും ചെയ്തോളും. ഇനി നമുക്ക് രണ്ടാമതായിട്ട് പരിചയപ്പെടുന്നത്, നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ ഇത് കണ്ടോ, സ്റ്റാറ്റസ് നമുക്ക് ഓപ്പൺ ചെയ്യാതെ തന്നെ സ്റ്റാറ്റസുകൾ കാണാം. നിങ്ങൾക്ക് ഒരാളുടെ നെയിം സെർച്ചിങ്ങിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് എടുത്തിട്ട് ഏറ്റവും മുകളിൽ നിങ്ങൾ നെയിം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ടോ ഈ സൈഡിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് എന്താണ് അവർ ഇട്ടിരിക്കുന്നത് എന്നുള്ളത് ഫോട്ടോസൊക്കെ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിത് സീൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാത്ത രീതിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. അവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. പ്ലേ സ്റ്റോർ വെർഷൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലതിൽ വരുന്നത്, ചിലതിൽ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് എന്ന് വരും. അവിടെ നേരെ താഴെ നമുക്ക് അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ നമുക്കൊന്ന് അപ്ഡേറ്റ് കൊടുക്കാം. ഇനി നിങ്ങൾ ഈ അപ്ഡേറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിലവിലുള്ള പ്ലേ സ്റ്റോർ നിങ്ങളൊന്ന് ജസ്റ്റ് അതിൻ്റെ ഡേറ്റാസ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുക. ക്ലിയർ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രഷായിട്ട് കിട്ടാത്ത അപ്ഡേറ്റുകളൊക്കെ പുതിയ ആ ഒരു അപ്ഡേറ്റിലോട്ട് ഈ ഒരു പ്ലേ സ്റ്റോർ മാറുകയും നിങ്ങൾക്ക് വരുന്ന അപ്ഡേറ്റുകളെല്ലാം അപ്പം തന്നെ അപ്ഡേറ്റുകളായിട്ട് ലഭിക്കുകയും ചെയ്യും.